കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് എൻ്റെ ഈ വീടിൻ്റെ ആധാരമാണ്. ഇത് ആരിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് ആ വീടിൻ്റെ ആധാരമാണ്. ബാങ്ക് ലോണൊക്കെ അടച്ചു തീർന്നപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കൈ കിട്ടി. അപ്പോൾ അത് ഞാൻ കൈ കിട്ടിയിട്ടുണ്ട്. അല്ല, ഇതിൻ്റെ ഒറിജിനൽ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യങ്ങൾ ഞാൻ ഉത്തരം പറയാം. ഇത് ഈ ഒരു കെട്ടിലുള്ളത് നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന ഇത്രയും ആധാരങ്ങൾ ഉണ്ട്. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ്, കയ്യിലുണ്ടായിരുന്നു. ഇനിയുള്ളത് ഞാൻ ഈ ഭൂമിക്കും ഈ വസ്തുവിനും കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ അടച്ച ടാക്സിൻ്റെ രേഖകളാണ്. ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം. എൻ്റെ പേരിൽ അടച്ച ടാക്സിൻ്റെ ഈ വീട് എൻ്റെ മാത്രം പേരിലാണ് കേട്ടോ. ഇത് ഇതിൻ്റെ റെൻ്റ് എഗ്രിമെൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തതിനുള്ള റെൻ്റ് എഗ്രിമെൻ്റ് ആണ്. അതും ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ID ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിന്താനഗർ, പാലക്കാട്. ഈ വീടിൻ്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ID ആണ് എനിക്കും സരിനും. അപ്പോൾ ഇല്ല, ഇത് ഞങ്ങൾ ഇവിടെ വന്ന് കൈപ്പറ്റിയതാണ്, രജിസ്റ്റേർഡ് ആയിട്ട് വന്ന് കൈപ്പറ്റിയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ടുണ്ട്. സോ ഒരു വോട്ടർ ആണെന്നതിൽ 100% അഭിമാനത്തോടെ, അതും പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ 100% അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ് ഞാൻ. ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല, പ്രചാരകയുമല്ല. എന്നെ നിങ്ങൾ ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന എൻ്റെ വ്യക്തിത്വത്തിൽ മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ, അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഒരു അടിസ്ഥാനവുമില്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുകയും, വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് വ്യാജന്മാരാണ് എന്ന് പറയുമ്പോൾ, അത് കേട്ട് വീട്ടിൽ കയ്യും കെട്ടി ഇരിക്കാൻ എന്നെപ്പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം, കാണിച്ചു തരണം, അത് രേഖയടക്കം കാണിച്ചു തരണം എന്ന് വിചാരിച്ചതും വന്നതും. ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരം പറയാം. 13-ാം നടത്തിയിട്ട് പോയാൽ മതി. 13-ാം തീയതി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരിപാടി സൗമ്യ എന്തായാലും പങ്കെടുക്കുന്ന പ്രസംഗിച്ചിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷിതമായിട്ട് വന്നതല്ല. അപ്പൊ ഞാൻ അപ്രതീക്ഷിതമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അത് സരിനല്ലേ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ല, ഞാൻ പറയാൻ വരുമായിരുന്നു, അത് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭർത്താവ് പറയുന്നത് ആയിക്കോട്ടെ, അത് സരിനോട് ചോദിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്ത്രീകളെ, ഭാര്യമാരെ ഈ ഭർത്താക്കന്മാരുടെ ഒരു വാലായിട്ട് കണക്കാക്കുക, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അതേ നിലപാട് തന്നെയാണ് ഭാര്യമാർക്കും എന്നൊക്കെ പറയുന്നത് വളരെ പിന്തിരിപ്പൻ ചിന്താഗതികളാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ വേറൊരു വ്യക്തിയാണ്, എൻ്റെ നിലപാടുകൾ വ്യത്യസ്തമാണ്. എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ, അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസമാധാനത്തോടുകൂടി ചെയ്തു പോകുന്ന, എൻ്റെ ജോലി വൃത്തിയായി ചെയ്തു പോകുന്ന ഒരു കുട്ടികളുടെ ഡോക്ടറാണ് ഞാൻ. ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്. ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട്. അത് ഞാൻ പൂർണ്ണ തൃപ്തയുമാണ്. പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്.